പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണേ. 9/11/2024 നടന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം, ഇത് ഡിഗ്രി ലെവൽ എക്സാമിനേഷനാണ്. അതിനകത്തെ GK പോർഷൻസ് മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒറ്റ ക്ലാസ് കൊണ്ട് എല്ലാ GK പോർഷനും അതിൻ്റെ അത്യാവശ്യം വേണ്ട എക്സ്പ്ലനേഷനുകളും പറയാൻ കഴിയാത്തതുകൊണ്ട് നമ്മളിതിനെ 2 പാർട്ടായിട്ടാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കതിനകത്ത് ഒന്നാമത്തെ ചോദ്യം, 1848 ദത്തപഹാര നയപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ ഹൈദരാബാദ്, 2 തിരുവിതാംകൂർ, 3 സത്താറ, 4 മൈസൂർ. 4 ഓപ്ഷനുകളാണുള്ളത്. ഇവിടെ ശരിയായ ഉത്തരം ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം, കൃത്യമായിട്ട് അറിയാം. ഇതിൻ്റെ ഉത്തരം സത്താറ ആണ്. ശ്രദ്ധിക്കണം, ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? 1 സത്താറ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് 1848. ജയ്പൂർ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. സാമ്പൽപൂർ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഉദയ്പൂർ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. നാഗ്പൂർ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഝാൻസി മധ്യപ്രദേശിലാണല്ലേ, ഝാൻസി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഔദ് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഓരോ വർഷങ്ങളുണ്ട്. സത്താറ 1848, ജയ്പൂർ 1849 കൂട്ടിച്ചേർക്കപ്പെട്ടു. സാമ്പൽപൂർ ആണെങ്കിൽ 1850 കൂട്ടിച്ചേർക്കപ്പെട്ടു. ഉദയ്പൂർ ആണെങ്കിൽ 1852, നാഗ്പൂർ ആണെങ്കിൽ 1853, ഝാൻസി 54, ഔദ് 56. തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ തന്നെയാണ്. അതിൽ ഔദ് വന്നിട്ട് 1856 കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായി നമുക്ക് മനസ്സിലായി, സത്താറയാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ കൗൺസിൽ, ശ്രദ്ധിക്കണം, ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 1861 പോർട്ട്ഫോളിയോ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? ഇതാണ് ചോദ്യം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ നോക്കൂ. വെല്ലസ്ലി പ്രഭു എന്ന് കൊടുത്തിട്ടുണ്ട്, മിൻഡോ പ്രഭു എന്ന് കൊടുത്തിട്ടുണ്ട്, കോൺവാലിസ് ഉണ്ട്, ക്യാനിങ് പ്രഭു ഉണ്ട്. ഇവിടെ ശരിയായ ഉത്തരം, ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 1861 പോർട്ട്ഫോളിയോ സംവിധാനം കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരം ക്യാനിങ് പ്രഭു ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അതേപോലെ തന്നെ 1886 ഡഫറിൻ പ്രഭുവിൻ്റെ സമയത്താണ് ഒരു പ്രത്യേക ആദായ നികുതി നിയമം പാസാക്കിയത് എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 1862 കൗൺസിലിലേക്ക് ലോർഡ് ക്യാനിങ് നാമനിർദ്ദേശം ചെയ്യാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് 1862 കൗൺസിലിലേക്ക് ലോർഡ് ക്യാനിങ് നാമനിർദ്ദേശം ചെയ്യാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നോക്കൂ. ബനാറസിലെ രാജാവ്, പട്യാലയിലെ മഹാരാജാവ്, മൈസൂരിലെ മഹാരാജാവ്, സർ ദിനകർ റാവു. ഉത്തരം എന്ന് പറയുന്നത് മൈസൂരിലെ രാജാവ് എന്നതാണ്. ഓക്കെ, അവിടെ 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടിൻ്റെ സവിശേഷതകളൊക്കെ നമുക്ക് അറിയാം. അതിപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല, കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരു 4-5 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് ഈ 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടിൻ്റെ പറയുന്നത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ ആ കൗൺസിലിൽ പറയുന്നുണ്ട്. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892, ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947, മിൻഡോ മോർലി ഭരണപരിഷ്കാരം. ഇങ്ങനെയാണ് ഓപ്ഷനുകളുള്ളത്. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമമാണ് 1909 മിൻഡോ മോർലി ഭരണപരിഷ്കാരം. ഓക്കെ, അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം, എന്താണ്? ഇന്ത്യയിലെ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ പരിഷ്കാരമാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം. ഓക്കെ, 1909 ഈ പരിഷ്കാരം എന്ന് ഓർക്കണം. ആ വർഷം ചോദിച്ചിട്ടുണ്ട് മിൻഡോ മോർലി. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണൽ ഇലക്ട്രേറ്റുകളുടെ പിതാവ് ആരാണ്? മിൻഡോ പ്രഭു ആണല്ലേ. അങ്ങനെയാണ് മിൻഡോ മോർലിയിലെ മിൻഡോ എന്ന് പറഞ്ഞാൽ ആരാണ്? കമ്മ്യൂണൽ ഇലക്ട്രേറ്റുകളുടെ പിതാവ് ആരാണ്? മിൻഡോ പ്രഭു രണ്ടാമൻ. ഓക്കെ,
അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഡയാർക്കി സമ്പ്രദായ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? ഡയാർക്കി സമ്പ്രദായ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ആക്ഷൻ പ്രഭു, മൊണ്ടസ്ക്യൂ, ചെംസ്ഫോർഡ്, അതുപോലെ കോൺവാലിസ്, മൗണ്ട് ബാറ്റൺ. ഇത് ഈ ഒരു ചോദ്യം ആക്ച്വലി PSC ഒഴിവാക്കിയതാണ് കേട്ടോ. PSCയുടെ അന്തിമ ഉത്തര സൂചികയിൽ നിന്നും ഈ ചോദ്യം ഒഴിവാക്കപ്പെട്ടു. ഓക്കെ, ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ആൻസർ കീ വന്നപ്പോൾ ഉത്തരം മൊണ്ടസ്ക്യൂ, ചെംസ്ഫോർഡ് എന്നാണ് ആദ്യമായി വന്നത്. പിന്നീട് അത് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നതുകൊണ്ട് അത് മാറ്റി. അതായത് 1765 ബംഗാളിൽ ആദ്യമായി ദ്വിഭരണം ഏർപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ് ആണ്. അതായത് ഒരു ക്ലാരിറ്റി ഈ ചോദ്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ചോദ്യം ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് ഓർമ്മിക്കേണ്ടത്. എന്തായാലും മൊണ്ടസ്ക്യൂ, ചെംസ്ഫോർഡ് എന്നാണ് ആദ്യം ഇവർ ഉത്തരമായിട്ട് നൽകിയിരുന്നത്. ഇത് ഏത് വർഷമാണെന്ന് PSC പല തവണയും ചോദിച്ചിട്ടുണ്ട്. മൊണ്ടസ്ക്യൂ, ചെംസ്ഫോർഡ് 1918 ഓക്കെ, മൊണ്ടസ്ക്യൂ, ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിന് കാരണമായ പ്രഖ്യാപനം അത് 1917 ആ പ്രഖ്യാപനം നടന്നത്. ഇത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത് 18 ഇതിന് കാരണമായ പ്രഖ്യാപനം നടന്നത് 17 പ്രിയ ഉദ്യോഗാർത്ഥികൾ ഓർത്തുവെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് 1000 തവണ PSC ചോദിച്ച ഒരു ചോദ്യമാണ്. എന്നു മുതലാണോ PSC പരീക്ഷ തുടങ്ങുന്നത്? ഒരു വർഷത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ ഒരു തവണയെങ്കിലും ഈ ചോദ്യം നമുക്ക് ചോദിക്കാറുണ്ട്. അത്തരം ചോദ്യമാണിത്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയിരിക്കും. ഇത് പറഞ്ഞത് ആരാണ് എന്നതാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ബാലഗംഗാധര തിലകിൻ്റെ വളരെ വ്യക്തമായ വാക്കുകളാണ് അത്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, എൻ്റെ രാജ്യം എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ്, അതിന് ആര് വന്ന് ചോദിച്ചാലും നമ്മൾ ഒടുക്കൂല, അത് നമ്മൾ നേടിയിരിക്കും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ വേറൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ബാലഗംഗാധര തിലക് പൂനെയിൽ ഒരു സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട്. ആ സ്കൂള് PSC ചോദിക്കുന്നതാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ. എന്താടാ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ? ഇത് ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ആരംഭകനാര്, അല്ലെങ്കിൽ ഇത് ആരാണ് ആരംഭിച്ചതെന്നൊക്കെ ചോദിക്കും. 1880 സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയിരിക്കും എന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകിൻ്റെ സ്കൂളാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ. അദ്ദേഹമാണത് ആരംഭിച്ചത്. ഓക്കെ, ഈ ബാലഗംഗാധര തിലക് ഭഗവത്ഗീതയ്ക്ക് എഴുതിയൊരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനത്തിൻ്റെ പേരെന്താണ്? ഗീതാരഹസ്യം. ഗീതാരഹസ്യം. ഓക്കെ, എൻ്റെ ഏറ്റവും വലിയ താങ്ങ് വീണു എന്ന് ഈ ബാലഗംഗാധര തിലക് മരിച്ചപ്പോൾ പ്രതികരിച്ചത് ആരെന്നറിയാമോ? നമ്മുടെ ഗാന്ധിജിയാണ്. എൻ്റെ ഏറ്റവും വലിയ താങ്ങ് വീണുപോയി, അദ്ദേഹം എൻ്റെ എല്ലാമായിരുന്നു, അദ്ദേഹം വീണുപോയി എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യമാണ്. ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബില്ല് അവതരിപ്പിച്ചത്? ഏത് ഹൗസിലാണ് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ ബില്ല് അവതരിപ്പിച്ചത്? 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഹൗസ് ഓഫ് കോമൺസ്, ഹൗസ് ഓഫ് ലോർഡ്സ്, ബ്രിട്ടീഷ് കൗൺസിൽ, ഫെഡറൽ ലെജിസ്ലേഷൻ. എവിടെയാണ് ഇത് ഉള്ളത് എന്ന് ചോദിച്ചാൽ, ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഹൗസ് ഓഫ് കോമൺസിലാണ് ഇത് അവതരിപ്പിച്ചത്. ഓക്കെ, ഇന്ത്യൻ വിഭജന കരാർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമമാണ് 1947 ഓക്കെ, അതായത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിക്കപ്പെടുന്നു 1947 ജൂലൈ 4. വർഷവും മാസവും തീയതിയും അടക്കം എല്ലാം വ്യക്തമാണ്. ഇതാരാണ് അവതരിപ്പിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലെമന്റ് ആണ്. ക്ലെമന്റ് ആറ്റ്ലി. അതാരായിരുന്നു? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ആണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. ഓക്കെ, ഇത് ഈ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ 2 സഭകളും ഇത് അംഗീകരിക്കുന്ന തീയതി 5-ാം തീയതിയാണ്. ജൂലൈ 5-ാം തീയതി. ഇതേ വർഷം തന്നെ ജൂലൈ 5-ാം തീയതി. ഓക്കെ, ഇതിന് ബ്രിട്ടീഷ് രാജാവിന്റെ അംഗീകാരം ലഭിക്കുന്നത് ജൂലൈ 18. ഇതൊക്കെ ഓർത്തു വെക്കണേടാ, ജൂലൈ 18. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിക്കപ്പെട്ടത്. തീയതി, വർഷം ഇതെല്ലാം ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അന്ന് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇത് ജൂലൈ 5-ാം തീയതിയാണ് ഇരു സഭകളും പാസ്സാക്കുന്നത്. എന്നാൽ ഇത് ഒപ്പുവെക്കുന്നത്, അതായത് ബില്ലിന് ബ്രിട്ടീഷ് രാജാവിന്റെ അംഗീകാരം ലഭിച്ചത് ജൂലൈ 18-ാം തീയതിയാണ് 1947.
ഓക്കെ, ഇതിൽ ആരാണ് ഒപ്പുവെച്ചതെന്നറിയാമോ? ഇതിൽ ഒപ്പുവെച്ചത്, അവിടെയും ചോദ്യമുണ്ട്, ജോർജ് ആറാമൻ, ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോർജ് ആറാമൻ. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ. ഓക്കെ, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത്രയും നല്ല കുറേ എക്സ്പ്ലനേഷൻ കിട്ടി. ഇതുപോലൊരു 10-20 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോയാൽ നിങ്ങൾ പുലിയാവും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടണം. ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പർ, 50 ആണെങ്കിൽ നമ്മൾ രാജാവായി. 50 ചോദ്യ പേപ്പർ ഇതേപോലെ നോക്കിയിട്ട് പോയാൽ ഏകദേശം ഒരു 10-30 GK ഇതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് ഒഴിവാക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം സയൻസിൻ്റെ ക്ലാസ്സുകൾ, മാത്സിൻ്റെ ക്ലാസ്സുകൾ, സീരീസ്, കറണ്ട് അഫയേഴ്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഇതെല്ലാം ഡെയിലി കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും അല്ല ഉദ്ദേശിക്കുന്നത്. 3 ദിവസം കൂടുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ വന്ന് അവതരിപ്പിക്കുകയാണ്, ലൈവായിട്ടും അല്ലാതെ റെക്കോർഡായിട്ടും ഒക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ നിരന്തരമായി നോക്കണം. നമ്മുടെ ടെലഗ്രാം, ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ ടെലഗ്രാമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. അംബേദ്കർ ഇങ്ങനെ വിശ്വസിച്ചോ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒന്ന്. രണ്ടാമത്തത്, മുതലാളിത്തത്തിലും ഭൗതികവാദത്തിലും അധിഷ്ഠിതമായ ഒരു ലിബറൽ സാമ്പത്തിക വ്യവസ്ഥയെ സ്വാമി വിവേകാനന്ദൻ പിന്തുണച്ചു. സുഭാഷ് ചന്ദ്രബോസ് 1942 റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. നെഹ്റു മതത്തെ അടിസ്ഥാനമാക്കി ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന ആശയം പ്രോത്സാഹിപ്പിച്ചു. ഇതിലേതാണ് ശരി എന്നതാണ് ചോദ്യം. ഉത്തരം ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ബിയും സിയും സുഭാഷ് ചന്ദ്രബോസ് 1942 റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു എന്ന് പറയുന്നതും നെഹ്റു മതത്തെ അടിസ്ഥാനമാക്കി ദ്വിരാഷ്ട്ര സംവിധാനം ഉണ്ടാക്കിയെന്ന് പറയുന്നതും ഒക്കെ വളരെ തെറ്റാണ്. ശരിയായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ സത്യം എന്ന് പറയുന്നത് സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണ് എന്ന് അംബേദ്കർ വിശ്വസിച്ചിരുന്നു. സാമ്പത്തിക ജനാധിപത്യം വേണം, എങ്കിലേ രാഷ്ട്രീയ ജനാധിപത്യത്തിന് അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ അത് നടക്കും എന്ന് പറഞ്ഞത് അംബേദ്കറാണ്. അംബേദ്കർ അങ്ങനെ ഒരു തത്വത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. മഹർ പ്രസ്ഥാനം PSC ചോദിച്ചിട്ടുണ്ട്. ഒരു തവണയല്ല 100 തവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് മഹർ പ്രസ്ഥാനം? ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അംബേദ്കറാണ്. ഓക്കെ, ഇനി ഇദ്ദേഹം ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോടാ? വിദേശ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ്ടാ അംബേദ്കർ. വിദേശ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. ചരിത്രത്തിന് മറക്കാനാകാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ ആര് വിശേഷിപ്പിച്ചു? ഗാന്ധിജി വിശേഷിപ്പിച്ചു. ചരിത്രത്തിന് മറക്കാനാകാത്ത വ്യക്തി എന്ന്, അല്ലേ? അതായത് ഇദ്ദേഹമാണ് അംബേദ്കർ സമാജ് എന്ന് പറയുന്ന ഒരു സമതാ സഖ്യം 1927 സ്ഥാപിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ 100-150 തവണ PSC ചോദിച്ചു. മൂഗ് നായക് ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഒരു 25 പ്രാവശ്യമെങ്കിലും ഇത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ മാത്രമേ 100 പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നല്ലേ നമുക്ക് 25 പ്രാവശ്യമെങ്കിലും കണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. മൂഗ് നായക് ചോദിക്കാത്ത ഏത് പരീക്ഷയാണ് ഉള്ളത്? ബഹിഷ്കൃത ഭാരത് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരുടേതെന്ന് ചോദിച്ചാൽ അത് അംബേദ്കറിൻ്റെതാണ്. ഇതൊക്കെ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇതാ മൂഗ് നായക ആഴ്ചപ്പതിപ്പാണ്, ആഴ്ചയിൽ ഇറങ്ങും. എന്നാൽ ഇതെന്ന് പറയുന്നത് ദ്വൈവാരികയാണ്. അത് 1927 പ്രസിദ്ധീകരിക്കുന്നു, ഇത് 1920 പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വ്യക്തി വിവരണങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കേരള നവോത്ഥാനത്തിൽ നിന്ന് ചട്ടമ്പി സ്വാമികളെയും തൈക്കാട് അയ്യൊക്കെ പഠിക്കുന്നത് പോലെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട ഒരാളാണ് അംബേദ്കർ കേട്ടോ. അടുത്തത് 9ാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ ആരാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗമല്ലാത്തത്? ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗമല്ലാത്തത് ആരാണ് എന്നതാണ്. നമുക്കറിയാം, ലോർഡ് പെത്വിക് അംഗമാണ്, സർ സ്റ്റോഫോർഡ് ക്രിപ്സ് അംഗമാണ്, AV അലക്സാണ്ടർ അംഗമാണ്. ബെൻഡിക് പ്രഭു ഒരിക്കലും ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ല. ക്യാബിനറ്റ് മിഷനാണ് ബ്രിട്ടീഷ് പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ഏകീകൃത ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കണം എന്ന് നിർദ്ദേശിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം തുടങ്ങിയവയുടെ അധികാരം യൂണിയൻ ഗവൺമെന്റിനും ഇവ ഒഴികെയുള്ള വകുപ്പുകളുടെ അധികാരം പ്രവിശ്യകൾക്കും നാട്ടുരാജ്യങ്ങൾക്കും നൽകണമെന്നൊക്കെ പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം, നമ്മുടെ ചോദ്യം അതല്ല. താഴെ പറയുന്നതിൽ ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗമല്ലാത്തത് ആരെന്നാണ് ചോദിച്ചത്. നമ്മൾ അതിന് ഉത്തരം തിരഞ്ഞെടുത്തു. വില്യം ബെന്റിക് പ്രഭുവാണ്. ക്യാബിനറ്റ് മിഷന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ഇദ്ദേഹമായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഓക്കെ, അധ്യക്ഷൻ ഇദ്ദേഹമായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ
ഗവർണർ ജനറൽ ആരായിരുന്നു എന്നതാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് 1919 നടന്നത്. ഏത് ദിവസമായിരുന്നു? ഏപ്രിൽ 13. ഇതൊന്നും മറന്നു പോവല്ലേടാ. IUPAC തുടങ്ങിയ വർഷം എപ്പോഴാണ്? കെമിസ്ട്രിയിൽ IUPAC തുടങ്ങിയ വർഷം എപ്പോഴാണ്? IUPAC തുടങ്ങിയത് 1919. ഓക്കെ. സ്വിറ്റ്സർലാൻഡ്, ലോകത്തിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമാക്കിയാണത് തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് ചെംസ്ഫോർഡ് പ്രഭുവായിരുന്നു. ചെംസ്ഫോർഡ് പ്രഭുവായിരുന്നു. ഇനി ഒരു കാര്യം, റൗലറ്റ് നിയമത്തിനെതിരെയുള്ള റൗലറ്റ് നിയമം എന്തായിരുന്നു? വാറണ്ടൊന്നും ഇല്ലാതെ എന്തിനാണ് അറസ്റ്റ് ചെയ്യണത് എന്നൊന്നും പറയാതെ ആൾക്കാരെ എപ്പോൾ വേണമെങ്കിലും പിടിച്ചുകൊണ്ടുപോവാ. ഒരു കാട്ടു നിയമം അല്ലെ? അതാണ് റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഗാന്ധിജിയുടെ ഹർത്താൽ ആഹ്വാനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയ 2 പേരുടെ പേരുകൾ PSC ഒരിക്കലും മറക്കില്ല. അത് ഒന്ന് സത്യപാൽ, ഒന്ന് ഡോക്ടർ സത്യപാൽ, 2 സെയ്ഫുദ്ദീൻ കിച്ലു. സെയ്ഫുദ്ദീൻ കിച്ലു, ഇത് മറന്നു പോകരുത്. ഈ 2 പേരുകളും മറക്കരുത്. ഓക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബിലെ ഗവർണറായിരുന്ന മൈക്കിൾ ഫ്രാൻസിസ് ഡയറിനെ 1940 ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് വെടിവെച്ച് കൊന്ന ധീരദേശാഭിമാനിയുടെ പേര് ചോദിച്ചാൽ ഭഗത് സിംഗ് എന്നൊന്നും പറഞ്ഞു കളയരുത്. ഉത്തരം ഉദ്ധം സിംഗ് ആണ്. 1940 ജൂലൈ 31 ഇക്കാരണം പറഞ്ഞുകൊണ്ട് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റുന്നു. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് PSCയുടെ ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട്. ഗാന്ധി ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം. ഗാന്ധിജി ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി. ഓക്കെ. അൺടച്ചബിലിറ്റി നമ്മൾ കേട്ടില്ലേ? തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറഞ്ഞ് അത് തന്നെ ആ സംഭവമാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ്, ഈ വാക്ക് മറക്കരുതേ. ഇത് PSC പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. ഇത് ഗാന്ധിജി അതിനെതിരെ ഈ അൺടച്ചബിലിറ്റി, ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിക്കുന്ന വർഷം 1932. ഓപ്ഷൻ C ആണ് ഇവിടെ ശരിയായ ഉത്തരം. ഓക്കെ. ഇത് ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാൻ 1932 മഹാത്മാഗാന്ധി സ്ഥാപിച്ച സംഘടനയാണ് ഇത്. ഈ സംഘടന, ഈ ലീഗ്, ഇത് സ്ഥാപിതമാകുന്നത് 32 സെപ്റ്റംബർ മാസം 30 ഇതിന്റെ സ്ഥാപക പ്രസിഡന്റിന്റെ പേരാണ് ബിർള, അതായത് ഘനശ്യാം ദാസ് ബിർള. സെക്രട്ടറിയുടെ പേരാണ് അമൃത് ലാൽ താക്കർ എന്നാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഡൽഹിയാണ്. ഗാന്ധി ആശ്രമമാണ് ഇതിന്റെ ആസ്ഥാനം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നല്ല നല്ല കുറേ പോയിന്റുകൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വേണ്ടതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. അടുത്ത 12ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഈ ചോദ്യ പേപ്പറും കൂടി നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ടെലഗ്രാമിൽ ഇട്ട് തരാം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു OMR എടുത്ത് ഇതിൻ്റെ ഉത്തരം ഇന്നാണ് കേൾക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ ടെലഗ്രാമിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അവിടെ ഉത്തരം കാണൂല. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉത്തരം ഒന്ന് എഴുതാൻ വേണ്ടി പരിശീലിക്കുക. എന്നിട്ട് നിങ്ങൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വേണം. കമൻ്റ് ഇട്ടൊക്കെ നിങ്ങൾ കമൻ്റ് ഇടണം. കമൻ്റ് ഇടുമ്പോഴാണ് നമുക്ക്, കമൻ്റ് കുറയുമ്പോൾ നമ്മുടെ ഈ സെഗ്മെൻറ്റും കുറയും. കമൻ്റ് കൂടുമ്പോൾ ഈ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് കൂടും. ഓക്കെ. അപ്പോൾ അത് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ബാക്കിയുള്ളതൊന്നും നോക്കണ്ട, നമുക്ക് മുദ്രാവാക്യം അറിയാം. എന്താണ് മുദ്രാവാക്യം? ഐക്യം വിശ്വാസം ത്യാഗം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യമാണ്. അപ്പോൾ ഐക്യം വിശ്വാസം ത്യാഗം. അപ്പോൾ ഇത് ആസാദ് ഹിന്ദ് ഫൗജ്, എന്താണ്? ആസാദ് ഹിന്ദ് ഫൗജ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ ആർമി ആരാണിത് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന വർഷം 1943 ഈ INA എന്നാണ് അറിയപ്പെടുക അല്ലെ? ഇന്ത്യൻ നാഷണൽ ആർമി, INA. ഇതിൻ്റെ പടയണി ഗാനം ഏതാണ്? ഇതിൻ്റെ ഒരു പടയണി ഗാനമുണ്ട്. അതിൻ്റെ പേരാണ് കദം. ഓക്കെ. കദം. ഓക്കെ. ബഡാജേജ. കദം ബഡാജേജ. ഇത് ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. വിൻഷിതൻ ശുക്ല. സംഗീതം കൊടുത്ത ആളുടെ പേര് രാം സിംഗ് താക്കൂർ.
ഓക്കെ, ഇനി ഈ INA കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. INAയുടെ പതാക ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ്ണ പതാക. ത്രിവർണ്ണ പതാകയാണ്, പക്ഷെ ചാടുന്ന കടുവ കൂടി അതിനകത്തുണ്ടാവും കേട്ടോ. ഇനി INAയിൽ പ്രവർത്തിച്ച പട്ടാളക്കാരുടെ വിചാരണ നടന്ന സ്ഥലമാണ് ചെങ്കോട്ട. ഏത് ചെങ്കോട്ട? ന്യൂഡൽഹിയിലെ. തമിഴ്നാട്ടിലെ ചെങ്കോട്ടയുണ്ട്, അതല്ല, ന്യൂഡൽഹിയിലെ ചെങ്കോട്ട. 1945 മെയ് മാസമാണ് 1945. ഓക്കെ, നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലേ? എന്താണ്? അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ. ആരാണ്? സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആരംഭിച്ച ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഈ ഒരു സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആരംഭിച്ച വർഷം 1905 ജൂൺ മാസം 12-ാം തീയതിയാണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് അറിയാമോ? പൂനെയാണ് കേട്ടോ. പൂനെ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ബോംബെ എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ് അല്ലേ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ഔദ്യോഗിക പത്രം ഏതെന്നറിയാമോ? ഹിതവാദ. ഏതാണ്? ഹിതവാദ. പത്രം എപ്പോഴാണ് വന്നത്? 1911. ഇനി ഈ ഗോപാലകൃഷ്ണ ഗോഖലെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന വർഷം 1890. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വം ഏറ്റെടുത്ത വർഷം 1890. നിർബന്ധിത വിദ്യാഭ്യാസം, പഠിപ്പിച്ചേ പറ്റൂ, നിർബന്ധിത വിദ്യാഭ്യാസം സംബന്ധിച്ച ബിൽ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? ഈ ഗോപാലകൃഷ്ണ ഗോഖലെ ആണ്. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഇത് നമ്മൾ ഇന്ത്യൻ ഭരണഘടന തുടങ്ങുമ്പം അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയപ്പെടുന്ന ഒരു പോയിന്റാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇനി ഇന്ത്യക്കാരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇങ്ങനെ വിവിധ മതസ്ഥരുള്ള നല്ലൊരു വലിയ ഒരു ജനതയുള്ള ഒരു രാജ്യത്തിലൊരു ഭരണഘടന വേണമല്ലോ. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുന്നതൊക്കെ. 1940 ശേഷമുള്ള സംഭവ വികാസങ്ങളും വിഗതികളും ഒക്കെ നമ്മൾ പഠിക്കണം. അവിടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. അംബേദ്കർ ആണോ, രാജേന്ദ്ര പ്രസാദ് ആണോ, സച്ചിദാനന്ദ സിൻഹയാണോ, പനമ്പള്ളി ഗോവിന്ദമേനോൻ? ഉത്തരം സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ. ഈ ഭരണഘടനാ നിർമ്മാണ സഭ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 1946 ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഇതേ വർഷം തന്നെയാണ്. ഡിസംബർ മാസം 9-ാം തീയതിയാണ്. ഇതിൻ്റെ അധ്യക്ഷത വഹിച്ച ആളാണ് ആര്? സച്ചിദാനന്ദ സിൻഹ. ഇതില് സ്ഥിരം അധ്യക്ഷനായിട്ട് പിന്നീട് ആര് വരുന്നുണ്ട്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നുണ്ട്. അതായത് ഡിസംബർ 11-ാം തീയതി. ഓർമ്മിക്കണം, ഡിസംബർ 9-നാണ് തെരഞ്ഞെടുപ്പ്. അപ്പം ആദ്യമായിട്ട് സമ്മേളിക്കുമ്പോൾ അവിടെ ആരായിരുന്നു അധ്യക്ഷൻ? സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹം താൽക്കാലികമായിരുന്നു. പെർമനന്റ് ഫസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്നത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിങ്ങനെ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാൻ തുടക്കത്തിൽ ഇത് 2 പാർട്ടായിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത്, പക്ഷേ വേണ്ട, നമുക്കിത് 3 പാർട്ടാക്കാം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 15 ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നാളെ തന്നെ ഇതിന് 2ാമത്തെ പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അങ്ങനെ 3 പാർട്ടുകളാകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിക്കും. എന്നിട്ട് നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, ഇതിൻ്റെ ലെങ്ത് കൂടുതലാണോ കുറവാണോ, ഇതൊക്കെ നിങ്ങൾ പറയണം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്ലാസ് ഇങ്ങനെ തരുന്നതിൻ്റെ അഭിപ്രായങ്ങൾ പറയുകയാണ്. നിങ്ങളെല്ലാവർക്കും മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ലോങ് ടേം ബാച്ച്, അതായത് PSC പഠിച്ചു ഇതുവരെ ഒന്നും ജോലിയൊന്നും കിട്ടിയില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 1 വർഷത്തേക്കാണ് ഈ കോഴ്സ്. അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 9999 ആണ്. പക്ഷേ ഇതിൻ്റെ നമ്മുടെ ലോഞ്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഓഫർ എന്ന് പറയുന്നത് 3999 ആണ്. ഓക്കെ, അതായത് 4000 പ്ലസ് GST ഉണ്ടാവും.
പ്ലസ് GST കൂടെ ഉണ്ടാവും. ഇതിനകത്ത് GST ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിന് ഇപ്പോൾ ഈ ഒരു ഫീസ് 100 കുട്ടികൾക്കാണ് ഈ ഒരു ഫീസ് നമ്മൾ കൊടുക്കുന്നത്. 100 കുട്ടികൾക്ക്. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മളൊരു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ 100 കുട്ടികൾക്ക് 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കോഴ്സ് ടോട്ടലി 2 വർഷം കിട്ടും. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. രണ്ടാമത്തെ പ്രത്യേകത ഇതിനകത്ത് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. സാധാരണ ഇല്ല. കറണ്ട് അഫയേഴ്സ് വേറൊരു കോഴ്സാണ്. ഇതിനകത്ത് കറണ്ട് അഫയേഴ്സ് ഫ്രീ ആണ്. ഈ കോഴ്സ് ഈ 100 പേർക്ക് കറണ്ട് അഫയേഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും ഫ്രീ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഡെയിലി എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള വൊക്കാബുലറിയുമായി സംബന്ധിച്ച എല്ലാ കാര്യങ്ങളുടെയും ഫ്രീ നോട്ടുകളും ഇതിനകത്ത് കിട്ടും. ഡെയിലി ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇതിനകത്ത് PDF കംപ്ലീറ്റ് PDF കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ തന്നിരിക്കുന്ന PDF തിരക്കി ഒരിടത്തും പോകണ്ട. SCERT ക്ലാസ്സുകൾ SCERT അധ്യാപകരുടെ ക്ലാസ്സുകൾ തന്നെ കിട്ടും. അതായത് ട്യൂഷൻ സെൻറ്ററുകളിൽ പഠിപ്പിക്കുന്ന, സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന, ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ആൾക്കാരുടെ SCERT ക്ലാസ്സുകൾ സെപ്പറേറ്റ് ടോപ്പിക്കിൻ്റെ കൂടെ അല്ലാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് കിട്ടും. ഇതെല്ലാം കൂടി ആക്ച്വലി ഒരു 50,000 രൂപയെങ്കിലും നിങ്ങൾ വെളിയിൽ പോയി പഠിച്ചാലാവും. ആ ഒരു സാധനം നിങ്ങൾക്ക് ഇത്രയും രൂപ ഫീസിൽ കിട്ടുകയാണ്. കമ്പനി ബോർഡ് LGS വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷ വരാനിരിക്കുകയാണ്. ഇതിനെല്ലാം ഈ കോഴ്സ് എടുത്താൽ മതി. അതായത് നിങ്ങൾ 7ാം ക്ലാസ് നിലവാരം മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഇനി ഒറ്റ കോഴ്സാണ്. ഈ ഒരൊറ്റ കോഴ്സ് എടുത്താൽ മതി. PSC എന്തെന്ന് അറിഞ്ഞുകൂടാ, അതവർക്കും ഇത് മതി. ഇനി പിന്നെ വേറൊരു വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ മക്കളാരെങ്കിലും ഒക്കെ പഠിക്കുന്നു, സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് PSCയിൽ ഒരു ചെറിയൊരു ഇത് വരാൻ വേണ്ടി, ഒരു സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതിനകത്തൊരു അഭിരുചി ഉണ്ടാവാൻ വേണ്ടിയിട്ടും കുട്ടി PSC നമ്മൾ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. കുട്ടി PSC. അതിൽ നിങ്ങളുടെ ക്ലാസ്സുകളൊന്നുമല്ല അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് പ്രധാനമന്ത്രി എന്താണ്, രാഷ്ട്രപതി എന്താണ്, കോശങ്ങൾ എന്താണ്, ഇങ്ങനെയൊക്കെ ബേസിക് കാര്യങ്ങൾ കൊടുത്ത് അതിനകത്തുള്ള കുഞ്ഞു അത്ഭുതങ്ങളെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തുടങ്ങുകയാണ്, ആരംഭിക്കാൻ പോവുകയാണ്. 1 വർഷത്തേക്ക് ഇതിന് 1500 രൂപയേ ഉള്ളൂ. നിങ്ങളുടെ മക്കൾക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പതുക്കെ PSCയിൽ പിച്ച വയ്ക്കും. അവരൊരു നല്ലൊരു പ്രായം എത്തുമ്പോഴത്തേക്ക് PSCക്ക് ഒരു അത്യാവശ്യം നല്ലൊരു അടിസ്ഥാനം കിട്ടും. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ ഒരു പുലികളാവും. എന്തായാലും PSC ഒരു 50 വർഷത്തേക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന ഈ ഫാക്റ്റുകളൊന്നും ഒരിക്കലും മാറത്തില്ല. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനൊക്കെ അത് സഹായകമാകും. ഇന്നാണ് അതിൻ്റെ ക്ലാസ്സുകൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൻ്റെ ഏത് സവിശേഷതയാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കാത്തത്? അപ്പോൾ 15ാമത്തെ ചോദ്യമാണ്. ഇതിൽ പാർലമെൻ്ററി സംവിധാനമാണോ? അല്ല, പാർലമെൻ്ററി സംവിധാനം അത് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചു, അത് വേണമല്ലോ. ഗവൺമെൻറ്റിൻ്റെ ഡ്യുവൽ ഫോം അതും സ്വീകരിച്ചു. പ്ലൂറൽ എക്സിക്യൂട്ടീവ്, ഡ്യുവൽ എക്സിക്യൂട്ടീവ്, ഇതിൽ സ്വീകരിക്കാത്തത് ഏത് എന്നാണ്. അത് ഉത്തരം എന്ന് പറഞ്ഞാൽ പ്ലൂറൽ എക്സിക്യൂട്ടീവാണ് സ്വീകരിക്കാത്തത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റാണ് ഏത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് വ്യക്തമായി ഇന്നതാണെന്നൊക്കെ പറയുന്നതാണ് ബ്ലൂ പ്രിൻ്റ്. അതിനൊരു രൂപരേഖ തയ്യാറാക്കുക. ഓക്കെ. അപ്പം ഇതിൽ ഈ ഒരു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുകയൊക്കെ ഉണ്ടായി. ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കാൻ ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചു. ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ്. അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് 2024 11ാം മാസം നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മെയിൻ പരീക്ഷയുടെ പേപ്പർ 2 ആണ് ഇത് ഇപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് 16ാമത്തെ ചോദ്യം മുതൽ നാളെ കേൾക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ പോകുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.